കൊച്ചി മേഖലയിലെ വിവിധ വാർത്തകളുടെ വിശദാംശങ്ങളുമായി റാഫി ചെയ്യുന്നു. റാഫിയിൽ നമ്മൾ തേടേണ്ട വാർത്തകൾ വടുവകോട് പുത്തൻകുരിശു പഞ്ചായത്തിൽ UDF 2020 ധാരണയാകുന്നു. കണ്ടാലുടക്കുള്ള മുന്നണികൾ ഇപ്പോൾ ഒരു ധാരണയിലേക്ക് എത്തുന്നു. ഒപ്പം ആലപ്പുഴ പുളിങ്കുന്ന് പഞ്ചായത്തിൽ കൂറുമാറിയ കോൺഗ്രസ് സംഘത്തെ അയോഗ്യനാക്കും. പുതുവത്സരാഘോഷത്തിനൊരുങ്ങി കൊച്ചി തയ്യാറായിരിക്കുകയാണ് ന്യൂ ഇയർ ആഘോഷത്തിന്. അപ്പോൾ റാഫി, എന്തൊക്കെയാണ് ഈ മൂന്ന് വാർത്തകളുടെയും വിശദാംശങ്ങൾ? എന്തൊക്കെയാണ് പ്രധാനമായും ആ മേഖലയിൽ സംഭവിക്കാനിടയുള്ള വാർത്തകൾ? സുഹൈൽ, ഇന്നലെ ത്രിതല പഞ്ചായത്ത് അധ്യക്ഷ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ കോൺഗ്രസിലെ അപ്രതീക്ഷിത നീക്കം അത് തന്നെയാണ് ഇന്ന് എന്തായാലും കൊച്ചിയിൽ ചർച്ച ചെയ്യുക. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2020-ക്കെതിരെ ശക്തമായ പ്രചരണം നടത്തിയതാണ് കോൺഗ്രസ്. ബെന്നി ബെഹനാൻ എംപിയുടെ നേതൃത്വത്തിലായിരുന്നു 2020-ക്കെതിരെ വലിയ പ്രചരണം നടത്തിയത്. ആ പ്രചരണത്തിന് ശേഷം കോൺഗ്രസ് ചിലയിടങ്ങളിൽ 2020-യുടെ കോട്ടകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ഇന്നലെ ത്രിതല പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ 2020-യും കോൺഗ്രസും തമ്മിൽ ഒരു ധാരണയുണ്ടാകുന്നതാണ് കണ്ടത്. വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലാണ് 2020-യുടെ പിന്തുണയോടുകൂടി കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയത്. ഇവിടെ LDF പുറത്താകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ LDF-ന് ലഭിക്കാവുന്ന ഒരേ ഒരു പഞ്ചായത്തായിരുന്നു. UDF-നെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് 2020-യും ഒപ്പയ്ക്ക്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടാവുക. ഒപ്പം തന്നെ കൊച്ചിൻ കാർണിവലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഇന്നലെ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. അതിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം പരിശോധിച്ചിരുന്നു. KSRTC-യുടെ പ്രത്യേക സർവീസുകൾ നടത്താനും ഒപ്പം തന്നെ രണ്ടിടങ്ങളിൽ പ്രത്യേക പോലീസ് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനും CCTV ക്യാമറകൾ അടക്കം പുതിയതായി സ്ഥാപിച്ച് നിരീക്ഷണം നടത്താനുമാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ കാർണിവൽ ഒരുക്കങ്ങളുടെ ഭാഗമായി അധിക പോലീസിനെ നിയോഗിക്കും. ഒപ്പം തന്നെ ഗതാഗത നിയന്ത്രണങ്ങൾ 30-ാം തീയതി തന്നെ നടപ്പാക്കി മുന്നോട്ട് പോകാനുള്ള ധാരണയുമായിട്ടുണ്ട്. എന്തായാലും കാർണിവൽ ഒരുക്കങ്ങൾ അതിനു വേണ്ടി കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂ ഇയർ ആഘോഷത്തിലേക്ക് കൊച്ചി കടന്നു കഴിഞ്ഞു. അങ്ങനെ ന്യൂ ഇയർ ആഘോഷത്തിന് ആഘോഷ പൊലിമ കൂട്ടാൻ ഒരുങ്ങിയിരിക്കുകയാണ് കൊച്ചി. അതോടൊപ്പം ഇനി പുതിയ മുന്നണി സമവാക്യങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.